ഈ ഫോട്ടോ എവിടെ നിട്ടി? അയ്യോ, ഇതൊരു റെയർ ഫോട്ടോ ആണല്ലോ. ഈ ഫോട്ടോ ഒന്ന് തരണേ. അതിൻ്റെ ഷൂട്ട് വീണ്ടും തുടങ്ങുകയാണ്. അത് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്കും അതിൻ്റെ ഷൂട്ടിങ് തുടങ്ങും. മസാലപ്പടമൊന്നും അല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ ചിരിക്കും. ഭയങ്കര നമ്മൾ ഇവരെ കംഫർട്ട് ആക്കണമെന്ന് വെച്ചാൽ ഇവരുടെ ശമ്പളത്തിൻ്റെ 50% തരണം എന്നുള്ളതാണ്. വലിയൊരു കോമഡി കഥയുണ്ട് എൻ്റെ ലൈഫിൽ. അത് പക്ഷെ അത് ഇതിൽ തീരൂല. അത് ചാന്തോട്ടാണെങ്കിൽ കുഞ്ഞിക്കുഞ്ഞ് തുടങ്ങിയ സിനിമകളൊക്കെ വളരെ വേറെ തരത്തിൽ തന്നെ ചെയ്യാവുന്ന സിനിമകളാണ് ആ കഥാപാത്രങ്ങളെ വെച്ചിട്ട്. ഇവരെവിടെയോ കണ്ടുണ്ടല്ലോ. കട്ടുപറയാട് ഇങ്ങനെ പറഞ്ഞു. അവസാനം ഞങ്ങളുടെ കഥാപാത്രവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നോർമലിൽ നിന്ന് കഴിയുമ്പോൾ മതി മതി ഇത്രേ ഉള്ളൂ. നമസ്കാരം, വെൽക്കം ടു ഓൺലുക്കേഴ്സ്. ഇന്ന് എനിക്കൊപ്പം ജോയിൻ ചെയ്യുന്നത് തങ്കമണി എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി മലയാളികൾ എന്നും ഏട്ടൻ എന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് വിളിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം ദിലീപ് ഏട്ടനും നീത പിള്ളയുമാണ്. രണ്ടുപേർക്കും നമസ്കാരം. നമസ്കാരം. അപ്പോൾ തങ്കമണി ആക്ച്വലി ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ്. ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് റിയൽ ഇൻസിഡൻറ്റ്സ് മൂവീസായിട്ടും വെബ് സീരീസായിട്ടും ഡോക്യുമെൻ്ററീസ് ആയിട്ടും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് ആണെങ്കിലും കറി ആൻഡ് സൈനൈഡ് ആണെങ്കിലും ഒക്കെ റിയൽ ഇൻസിഡൻറ്റ്സ് ആണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ തങ്കമണി വരുമ്പോൾ അതും ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ്. എത്രത്തോളം റിയാലിറ്റി ചേർന്ന് നിൽക്കുന്നുണ്ട്, എത്രത്തോളം സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ ചേർന്നിട്ടുണ്ട്? മസാലപ്പടമൊന്നും അല്ല കേട്ടോ. ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കഥാപാത്രം ആബേൽ ജോഷുവ മാർത്തൻ എന്ന് പറയുന്ന ആബേലിലൂടെയാണ് കഥ പറയുന്നത്. ആബേലിൻ്റെയും അനിതയുടെയും കഥയിലൂടെ ആണ് സിനിമ വന്നത്. ആ വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് ഞാനും നീതയാണ്. ഇതിൽ വേറെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറുണ്ട്, പ്രണീത ചെയ്തിരിക്കുന്നത്. അർപ്പിത IPS എന്ന് പറഞ്ഞ പാരലായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ. ഇവരിലൂടെയാണ് ശരിക്കും തങ്കമണിയിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഈ സിനിമയെങ്കിലും അതിനകത്തൊരു ഫിക്ഷൻ ആഡഡ് ആണ്. അത് നമ്മളിലൂടെ പോകുന്നതാണ്. കാരണം അല്ലെങ്കിൽ ഇത് വളരെ ഡ്രൈ ആയിട്ട് ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ഡോക്യുമെൻ്ററി ഫീൽഡിലേക്ക് പോയേക്കാവുന്ന സംഭവമാണ്. കാരണം 100% അതിൻ്റെ റിയാലിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ഇതൊരു വലിയ വിപ്ലവകരമായ ഒരവസ്ഥ തന്നെയായി മാറും. ശരിക്കും പറഞ്ഞാൽ അന്ന് ശരിക്കും ഒരു ഗവൺമെൻറ് താഴെ പോയി വേറൊരു ഗവൺമെൻറ് വരികയൊക്കെ ചെയ്ത വലിയൊരു ഇൻസിഡൻ്റ് ആണ്. ഒരു കൊച്ചു സംഭവത്തിൽ നിന്ന് തുടങ്ങിയ ഒരു വലിയ സംഭവം എന്ന് പറയുന്നതാണ്. അപ്പം അത് 100% ജനങ്ങൾ കാണണം. ഇപ്പം റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്താണ് സിനിമ ചെയ്യുന്നെങ്കിലും സിനിമ ഡ്രൈ ആവാതിരിക്കാനുള്ള രീതിയിലുള്ള കുറച്ച് സിനിമാറ്റിക് ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ടാവും. അപ്പോഴാണിത് നമ്മൾ പ്രേക്ഷകർക്ക് കാണാൻ ഒരു കൗതുകവും കാര്യങ്ങളും, അല്ലെങ്കിൽ അതിൻ്റെ നോവും അതിൻ്റെ ഒരു പ്ലസൻ്റ് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അതിൽ ലവ് ഉണ്ടെങ്കിലോ അതിൽ ഫ്രണ്ട്ഷിപ്പ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. വെച്ചാൽ ഒരു വിരസത ഫീൽ ചെയ്യാതെ നമ്മൾ സിനിമ കാണാമെന്ന് പറയില്ലേ. അപ്പോൾ ആ രീതിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തങ്കമണിയിലുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. നല്ല പാട്ടുണ്ട്, അതിൻ്റേതായ ആവശ്യത്തിന് ഉള്ള അടി എന്നൊക്കെ പറഞ്ഞാൽ അടിക്കണം എന്ന ആവശ്യമുള്ള സ്ഥലത്തുള്ള റെഡികൾ എന്ന് പറയുമ്പോൾ മനുഷ്യൻ പ്രതികരിക്കുക, അടി എന്ന് പറയാൻ പറ്റില്ല, പ്രതികരിക്കുന്ന രീതികൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഹായ് നീത. നീതേനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തുടങ്ങിയത് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകൻ്റെ കൂടെ, കഴിഞ്ഞ മൂവി ആണെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ, ഈ മൂവി ദിലീപ് ഏട്ടൻ്റെ കൂടെ, ഇനി വരാനിരിക്കുന്ന മൂവി പ്രണവ് മോഹൻലാലിൻ്റെ കൂടെയാണ്. എന്താണ് ഈ ഒരു ജേണി? പിന്നെ തങ്കമണിയെ പറ്റിയിട്ടും പറയും. I think it is very fortunate and I'm blessed to have had these opportunities. ഇതൊന്നും പ്ലാൻഡ് അല്ലായിരുന്നു, മൂവി പോലും പ്ലാൻഡ് അല്ലായിരുന്നു. പക്ഷേ ഇതുവരെ എത്താൻ പറ്റിയതിൽ സന്തോഷം. അതിലേറെ I'm grateful to God for having given me all these opportunities. ഇതെല്ലാം ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആക്ടിങ് ഞാൻ പഠിക്കുന്നത് തന്നെ സിനിമയിൽ കൂടെയാണ്. ഞാൻ ഇപ്പോഴും I wouldn't call myself an actor. ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലതും ശരിയാവുമായിരിക്കും എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ സുരേഷ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ജോഷി സാറിൻ്റെ കൂടെയും സുരേഷ് സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒത്തിരി പഠിച്ചു. ഒരു കോപ്പ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് ഓൺ സ്ക്രീൻ എന്നുള്ളതെല്ലാം ഞാൻ അതിൽ നിന്ന് പഠിച്ചതാണ്. അപ്പാർട്ട് ഫ്രം എ ലിറ്റിൽ ബിറ്റ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഫിലിമിൽ കൂടെ പഠിച്ച അതുപോലെ തന്നെ ഇത് ദിലീപ് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പം ഇതിനകത്ത് ടോട്ടലി ഒരു വളരെ ടിമിഡ് സബ്ഡ്യൂഡ് ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു പാവം ക്യാരക്ടർ, റൊമാൻസ്, ഫാമിലി ലൈഫ്, അങ്ങനത്തെ ഒരു
ഡിവോട്ടഡ് വൈഫിന്റെ ക്യാരക്ടറാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ഇതിനു മുമ്പ് ചെയ്യാത്തതായതുകൊണ്ട് അഗൈൻ എനിക്ക് കുറച്ച് ലേണിംഗ് ആവശ്യമുണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് ഐ ലേൺ ഇറ്റ് ഫ്രോം ഹിം ആൻഡ് ദിസ് മൂവി. എക്സ്പീരിയൻസ് എല്ലാം നല്ലത് തന്നെ ആയിരുന്നു. സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ബിക്കോസ് ഐ എം നോട്ട് എൻ എക്സ്പീരിയൻസ്ഡ് ആക്ടർ. പക്ഷെ അതെല്ലാം ഓവർകം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് ദിലീപേട്ടൻ്റെ കൂടെ തുടക്കക്കാർക്ക് ദിലീപേട്ടൻ്റെ കൂടെ ആക്ട് ചെയ്യാൻ കിട്ടിയാൽ ഭയങ്കര ഭാഗ്യമാണ്. കാരണം ദിലീപേട്ടൻ അത്രയും കംഫർട്ടബിൾ ആയിട്ടായിരിക്കും നമ്മളെ ട്രീറ്റ് ചെയ്യാന്ന്. അങ്ങനെ എന്തായിരുന്നു അനുഭവം? അത് സ്പോട്ട് ഓൺ. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ. വളരെ ഫ്രണ്ട്ലി ആണ് സെറ്റിൽ. ഞാനും കേട്ടിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ ഞാനും കേട്ടിട്ടുണ്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്, ഫണ്ണാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എക്സാക്ട്ലി അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ പൊതുവേ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ലൈൻസിനെ കുറിച്ച് എപ്പോഴും അതിൽ വർക്ക് ചെയ്യുകയാണ്, അത് മെമ്മറൈസ് ചെയ്യാൻ നോക്കുകയാണ്. പിന്നെ ഐ എം ഓൾവേസ് തിങ്കിങ് അബൌട്ട് വാട്ട് ടു ഡു. അങ്ങനെ എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ആദ്യമായിട്ടാണ് ഇതിനകത്ത് ഒരു ഷോട്ടിന്റെ ഇടയിൽ വളരെ കരഞ്ഞ് നിൽക്കേണ്ട ഒരു സീനാണെങ്കിൽ പോലും കട്ട് പറഞ്ഞ് ആ ഇടയ്ക്കുള്ള ഒരു റിസർച്ച് ടൈമിൽ കുറച്ച് പെട്ടെന്ന് ചിരിപ്പിക്കും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ ചിരിക്കും, നമ്മൾ ആ ടോട്ടലി ക്യാരക്ടറിന്ന് പുറത്തു വരും. പിന്നെ അഗൈൻ ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ പോകണം. ആ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. അത് വലിയ വലിയ ആക്ടേഴ്സ്, എക്സ്പീരിയൻസ് വെറ്ററൻ ആക്ടേഴ്സ് മാത്രമേ അങ്ങനെ പോസിബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു മൂവിയിലാണ്. പിന്നെ ഈ ചോദിച്ച പോലെ വർഷങ്ങൾക്ക് ശേഷം അഗൈൻ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. കുറെ യങ്സ്റ്റേഴ്സിന്റെ കൂടെ ഒരു വർക്കായിരുന്നു. പക്ഷെ എനിക്ക് അതിൽ ഒരു ചെറിയ പാർട്ടാണ്. ഇറ്റ്സ് എ ഗുഡ് പാർട്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് എ ത്രൂ ഔട്ട് ഒരു റോളല്ല. ബട്ട് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ടു. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ഇറ്റ് വാസ് ഫൺ. ഭയങ്കര പോസിറ്റീവ് ആണ് സെറ്റ്. ഭയങ്കര നമ്മൾ കംഫോർട്ട്, ഇവരെ കംഫോർട്ട് ആക്കണം എന്ന് വെച്ചാൽ ഇവരുടെ ശമ്പളത്തിന്റെ 50% തരണം എന്നുള്ളതാണ്. ജോക്സ് അപ്പാർട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഈ കെമിസ്ട്രി, ഓൺ സ്ക്രീൻ കെമിസ്ട്രി എന്നൊക്കെ പറയുന്നതൊക്കെ ഇഷ്ടംപോലെ, ഈ ടേം ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഞാൻ പൊതുവെ കുറച്ച് റിസർവ്ഡ് ആണ് വെൻ ഇറ്റ് കംസ് ടു യുനോ റൊമാൻസ് ഓൺ സ്ക്രീൻ ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നത് ഞാൻ ചെയ്താൽ ശരിയാവോ. ഫസ്റ്റ് ടൈമും കൂടെയാണ്. പക്ഷെ ആ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്ത് ചെയ്യേണ്ട ക്യാരക്ടർ ആയതുകൊണ്ട് ടു ഹാവ് വർക്ക്ഡ് വിത്ത് ഹിം ദ ഫസ്റ്റ് ടൈം വാസ് എ ഗുഡ് തിങ് ടു ഡു. നീത എല്ലാം പിന്നിലേക്ക് നിൽക്കുന്ന ഒരാളാണ്, പക്ഷെ എല്ലാ ടാലന്റും ഉള്ള ഒരാളാണ്. നമുക്ക് ഒരാളായിട്ട് നമ്മൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു കോ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് അവർക്ക് എന്തൊക്കെ കഴിവുണ്ടെന്ന് അവരുടെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ പെർഫോം ചെയ്യുമ്പോൾ, അവരെ പിന്നെ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ ഒക്കെ ശരിക്കും മലയാള സിനിമയിലേക്ക് ഭാവിയിലേക്ക് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഹീറോയിൻ തന്നെയാണ് നീത. കാരണം വെച്ചാൽ ഇവർ നന്നായി ഡാൻസ് ചെയ്യുന്നവരാണ്, അതാരും കണ്ടിട്ടില്ല. നന്നായി പാട്ട് പാടുന്ന ആളാണ്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ, അപ്പം ഞാൻ പറഞ്ഞു നമ്മളതൊക്കെ ശരിക്കും അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മിസ്സാക്കാൻ പാടില്ല. അതൊക്കെ ഓപ്പണായി വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ സിനിമയിൽ പാടാനും, അതുപോലെ ഡാൻസ്, ചിലർ പേരിക്കും ഫൈറ്റൊക്കെ ഉള്ള, ഏറ്റവും നന്നായിട്ട് ഡാൻസ് ചെയ്യാനും ഫൈറ്റ് ചെയ്യാനും പറ്റുന്ന ആ ഒരു ഇതില്ലേ, നല്ല ഡാൻസർക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ. അതുപോലെ നല്ല ഫൈറ്റ് ചെയ്യുന്ന ആൾക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അത്ര ഇതറിയില്ല. അത് വലിയൊരു കോമഡി കഥയുണ്ട് എൻ്റെ ലൈഫിൽ. അത് പക്ഷെ അത് ഇതിൽ തീരൂല, അത് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. അല്ല, പക്ഷെ അത് ഒരു എപ്പിസോഡാണ്. അത് എപ്പിസോഡിന് ഈ സമയം പോരാ നിങ്ങൾക്ക്, കാരണം ഇത് തങ്കമണി പടത്തിന്റെ പ്രൊമോഷനാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഓൺ സ്ക്രീൻ റൊമാൻസ് അതിന് എനിക്ക് കുറച്ച് റിസർവേഷൻസ്. ഭയങ്കര റൊമാൻറ്റിക് ആണെന്ന് വെറുതെ ഹൈലി റൊമാൻറ്റിക്, ഹൈലി ഇൻഫോർമബിൾ എന്നൊക്കെ പറഞ്ഞാൽ ബി കെയർഫുൾ. പക്ഷെ ആ ചെയ്യാത്തത് കൊണ്ടുള്ളതായിരിക്കാം. പക്ഷെ അതൊക്കെ ഹിമേനി വരെ കംഫർട്ട്. ഇപ്പോൾ ഈ തങ്കമണിയുടെ ഡയറക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ, രതീഷ് ഏട്ടൻ ഒരു സ്റ്റേജിൽ പ്രസംഗത്തിനിടെ പറയുകയുണ്ടായി, അവിടെ കുറേ ദിലീപേട്ടൻ ഫാൻസ് ഉണ്ടായിരുന്നു. ദിലീപേട്ടൻ്റെ മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് തന്നെ ദിലീപേട്ടൻ കട്ട ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ. അവർ നിങ്ങളാരുമല്ല യഥാർത്ഥ ദിലീപ് ഫാൻ, ഞാനാണ് യഥാർത്ഥ ദിലീപ് ഫാൻ എന്ന് അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രതീഷ് ഏട്ടൻ്റെ ആ ഒരു ഫാൻ ബോയിസം എത്രത്തോളം ഈ സിനിമയിൽ ചേട്ടന് അടുത്തറിയാൻ പറ്റി? രതീഷ് നമ്മളിലുള്ള പെർഫോമറെ തേടിയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇയാളിൽ നിന്നത്
ചവിട്ടി പുറത്തെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കട്ടി വിളിക്കാണ്ട് അല്ലേ? നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കാരണം ഇത് നമ്മളെ സംബന്ധിച്ചിട്ട് പെർഫോമൻസിന് വേറൊരു സ്റ്റൈൽ ഓഫ് പെർഫോമൻസിന് സാധ്യത ഉള്ളൊരു സിനിമയായിരുന്നു. നമ്മൾ പല വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ അക്കാഡമിക് രീതിയിലേക്ക് പോകാതെ, അത് മനഃപൂർവ്വം തന്നെയാണ്. ആ കഥകളൊക്കെ വേണമെങ്കിൽ നമുക്ക് അക്കാഡമിക് രീതി തന്നെ ചെയ്യാം. കുറച്ച് അതിലെ തമാശകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം എടുത്തു മാറ്റിയാൽ അതിന് ആ രീതിക്ക് തന്നെ, ഇപ്പോൾ ചാന്തോട്ടാണെങ്കിലും കുഞ്ഞിക്കുഞ്ഞൻ തുടങ്ങിയ സിനിമകളൊക്കെ വളരെ വേറൊരു തരത്തിൽ തന്നെ ചെയ്യാവുന്ന സിനിമകളാണ് ആ കഥാപാത്രങ്ങളെ വെച്ചിട്ട്. പക്ഷെ നമ്മളത് ജനങ്ങൾ കാണണമെന്ന് പറഞ്ഞു പോയത്. ഇപ്പോൾ ഈ സിനിമയിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഏതൊരു ആർട്ടിസ്റ്റും പെർഫോം ചെയ്യുന്ന സമയത്ത് രതീഷിൽ ഞാൻ കണ്ട ഒരു ക്വാളിറ്റി, വേറൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിനും കട്ടിനും ഇടയിലുള്ള സ്ഥലത്തല്ല, ആ കട്ടിൻ്റെ പോയിന്റ് കഴിഞ്ഞിട്ടും പുള്ളി ഇങ്ങനെ ആർട്ടിസ്റ്റിനെ നോക്കിക്കൊണ്ടേയിരിക്കും. ആർട്ടിസ്റ്റ്, നമുക്ക് ഡയറക്ടർ കട്ട് പറയാതെ ആ കഥാപാത്രത്തിൽ നിന്ന് മാറാൻ പറ്റില്ല. അതായത് നമ്മുടെ ഒരു രീതികൾ അങ്ങനെയാണ്. നമ്മൾ ആ ഡയറക്ടർ ഒബേ ചെയ്യുന്നു. ഡയറക്ടർക്കാണ് സ്റ്റാർട്ട് പറയാനും കട്ട് പറയാനുള്ള. സ്റ്റാർട്ട് നമ്മളൊരു ഓർഡർ എന്ന് പറഞ്ഞാൽ പിന്നെ ആ കംപ്ലീറ്റ് സെറ്റ് ഓർഡറിലാണ്, ഒരു കമാൻഡിങ് ഇതിലാണ് നിൽക്കുന്നത്. അതിൽ ഈ ലൈറ്റ് പിടിക്കുന്ന ആൾ പോലും അവൻ വച്ചിരിക്കുന്ന ലൈറ്റ് ചെയ്ത പോയിന്റ് ഉണ്ട്, സെൻറ്റർ പോയിന്റിൽ അവൻ കറക്റ്റായിട്ട് നിൽക്കുക. അവൻ പോലും ശ്വാസം വിടാതെയാണ് നിൽക്കുന്നത് ഇയാളുടെ പെർഫോമൻസ് തീരണവരെ. അപ്പോൾ ഒരു കഥാപാത്രം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ യൂണിറ്റ് പിൻ ഡ്രോപ്പ് സൈലൻറ്റിലാണ് ശരിക്കും ഉണ്ടാവേണ്ടത്. കാരണം എല്ലാവരും അതിനിടയ്ക്ക് ഇപ്പോൾ നേരെ നിൽക്കുന്ന ഒരാൾ അവിടെ എന്തെങ്കിലും ചെയ്താൽ പോലും നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്തു പോകും. അപ്പോൾ അതുപോലെ ഒരു കാര്യവും സംഭവിക്കും. എല്ലാവരും ഇങ്ങനെ പിൻ ഡ്രോപ്സ് എല്ലാം ഇങ്ങനെ നിൽക്കുകയായിരിക്കും. അത് കഴിഞ്ഞാൽ കട്ടെന്ന് പറയുമ്പോഴാണ് എല്ലാം പഴയ പോലെ ആവുന്നത്. അപ്പോൾ ആ കട്ട് നമ്മൾ കേൾക്കില്ല. കട്ട് പറയാതെ ഇങ്ങനെ പറഞ്ഞു അവസാനം ഞങ്ങളുടെ കഥാപാത്രവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നോർമലിൽ നിന്ന് കഴിയുമ്പോൾ മതി ഇത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് തീർന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ പറയുമ്പോൾ, അപ്പോൾ അത് അത്രയും ഇപ്പോൾ ഏതൊരു ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസിന് ഇങ്ങനെ ചില ഡയറക്ടേഴ്സ് അങ്ങനെയാണ്, അവരിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും അതിൽ നിന്ന് എന്ത് കിട്ടും ഇനി എന്നുള്ളത്. കാരണം ഇത് ഈ ഒരു നമുക്ക് അറിയാത്ത ചില മൊമെൻറ്റ്സുകൾ നമ്മുടെ മുഖത്ത് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അഭിനയിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് കാണുന്ന ആൾക്കേ മനസ്സിലാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ദൈവമേ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നത്. പിന്നെ നമ്മൾ ആ ഒരു സെൻസിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതൊരാളാണെങ്കിലും. അതെ. അടുത്തൊരു ഫോട്ടോ റിയാക്ഷൻ സെഗ്മെന്റിലേക്ക് നമ്മൾ പോവാണ്. ദിലീപേട്ടൻ്റെ കുറച്ച് പഴയ ഫോട്ടോസ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് ദിലീപേട്ടനൊന്ന് റിയാക്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഫോട്ടോ. ഞാൻ ഈ ഫോട്ടോ എവിടെ നിട്ടി? ഗൂഗിളിൽ നിന്ന് കിട്ടിയതാ. ഗൂഗിളിൽ ഇങ്ങനത്തെ ഫോട്ടോ ഉണ്ടോ? അയ്യോ, ഇങ്ങനത്തെ ഫോട്ടോ ഈ ഫോട്ടോ, അയ്യോ ഇതൊരു റെയർ ഫോട്ടോ ആണല്ലോ. ഈ ഫോട്ടോ ഒന്ന് തരാം. ഓ, വണ്ടർഫുൾ റിയാക്ഷൻ നമുക്ക് കിട്ടി. ദിലീപേട്ടൻ ഞെട്ടി ഈ ഫോട്ടോ കണ്ടിട്ട്. ദിലീപേട്ടന് ഓർമ്മയില്ല ഈ ഫോട്ടോ? എനിക്ക് ഓർമ്മയില്ല, ഇത് എപ്പോഴുള്ളതാണെന്ന് എനിക്ക് ഇതിലില്ല. എല്ലാവരും ഉണ്ട്, ലാലേട്ടനുണ്ട്, മമ്മൂക്ക ഉണ്ട്. അതാ പറഞ്ഞ ഫോട്ടോ തരണമെന്ന് പറഞ്ഞേ. എന്തായാലും റെയർ ഫോട്ടോകളാണ് എല്ലാം. ഓക്കെ, അപ്പോൾ എൻ്റെ മെമ്മറി ഒന്നും ഇല്ല, എനിക്ക് അങ്ങനെ എവിടെയാണെന്ന് അറിയുന്നില്ല. ആ ഓക്കെ. അപ്പോൾ അടുത്ത ഫോട്ടോ ഇത് ജയറാമേട്ടൻ ഞങ്ങൾ മിമിക്രി കാണിക്കുന്നതാണ്. എനിക്ക് നാനയുടെ അല്ലേ ഇത്? നാനയുടെ ഫോട്ടോ ഞാനിരിക്കണുണ്ടോ മെലിഞ്ഞ്? ദിലീപേട്ടൻ വന്ന സമയത്തുള്ള മെലിഞ്ഞന്നെ. അടുത്തതും ലാലേട്ടനുമായിട്ടുള്ളൊരു ഫോട്ടോ. നല്ല ഫോട്ടോ. ഈ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഫോട്ടോ ആണ്. ഞങ്ങളെന്തോ ലാലേട്ടൻ ഭയങ്കര ഇതായിട്ട് ഞാനെന്തോ തമാശ പറഞ്ഞിട്ട് ലാലേട്ടൻ ചിരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ വേറെന്തോ സാധനം നോക്കി ഞങ്ങൾ കമന്റ് ചെയ്ത് എന്തോ സാധനമാണത്. ഇത് എവിടെ വെച്ചുള്ളത്? അങ്ങനത്തെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇത് എനിക്ക് തോന്നുന്നു ഷോയുടെ ഇടയ്ക്ക് എന്തോ ഉള്ളതാന്ന് തോന്നുന്നു. ദിലീപേട്ടൻ്റെ കുറച്ചും കൂടെ ഒരു പഴയ ലുക്കിലുള്ള ഒരു ഫോട്ടോ കിട്ടിയിട്ട്. ഇത് ഞങ്ങൾ ഊട്ടിയിൽ വെച്ച് ഉള്ളടക്ക സമയത്ത് എടുത്തിരിക്കുന്ന ഫോട്ടോ. ഞാൻ ലാൽ ജോസും അക്കു അക്ബർ, ഞങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സാ 3 പേരും. ആ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴാ കണ്ടത്. ലാൽ ജോസ് സാർ ആണ്. ഇതാണ് ലാലു, അക്കു,
ഇതെനിക്ക് 92-ലെ ഫോട്ടോ ആണ്. പിന്നെ കണ്ടോ കോളേജ് കഴിഞ്ഞ് നേരെ അങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പോഴും ഞാൻ കോളേജിൽ നിന്നും പോയിട്ടില്ല കേട്ടോ. ഇപ്പോഴും അതൊന്നും ചെറുപ്പകാലം തന്നെയാണ്. അപ്പം നീതയുടെയും ഒരു 2 ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. തീരെ കുഞ്ഞാണ്. ബാക്കി വെക്കുന്ന അമ്മയല്ലേ? മാറ്റമൊന്നും ഇല്ലല്ലോ. ഇത് എനിക്ക് അല്ല, ഓർമ്മയില്ല. സിനിമയിലൊക്കെ അഭിനയിച്ചോണ്ട് വേണമെങ്കിൽ മാറ്റി പറയാം. ഇവരെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് എടുത്ത ഓബിയസ്ലി എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇത് അമ്മയുടെ സ്ഥലത്താ, ചേപ്പാട് എന്ന് പറഞ്ഞ. അമ്മയുടെ സ്ഥലത്ത് അമ്മയുടെ മടിയിലിരിക്കുന്നത് അതല്ലേ അതല്ല, അമ്മയുടെ വീട്ടിൽ വെച്ച് എടുത്താണ് സ്ഥലം. ഓക്കെ. ഇത് കുങ്ഫു. കുങ്ഫു പാണ്ഡെ. അത് കുങ്ഫുലെ ഒരു മേജർ ഫൈറ്റിന്റെ ലാസ്റ്റ് ഷോട്ടിന് ഋഷികേശിലെ ബീറ്റിൽ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അതിന്റെ മുകളില് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ വെച്ച്. സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ കേട്ടപ്പോൾ അതിശയപ്പെട്ടു. കാരണം ഒരു ഈ കുങ്ഫു എന്നൊക്കെ പഠിച്ചിട്ട് കൈയും കാലും ഇനി ഫ്രാക്ചർ ആവാൻ സ്ഥലമില്ലെന്നാ പറയണേ. അടി ഷൂട്ടിങ്ങിന്റെ ഇടയിൽ കുറച്ച് ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടായി, പക്ഷെ അത്രയും ചെയ്യാൻ ഐ ഷുഡ് ഹാവ് ടേക്കൺ മോർ കെയർ എന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. എന്തും ചെയ്യാന്ന് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു, പക്ഷെ നമ്മുടെ ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്യണമെന്നും ഇപ്പൊ റിയലൈസേഷൻ വന്നു തുടങ്ങി. ബട്ട് മാക്സിമം ട്രൈ ചെയ്യും, എഫേർട്ട് ഇടാൻ റെഡിയാ. ഓക്കെ. അപ്പോൾ ദിലീപേട്ടാ, നമുക്ക് ഈ വാളയാർ പരമശിവത്തിനെയും മൂസേനെയൊക്കെ എന്നാണ് തിരിച്ച് കാണാൻ പറ്റുക? നമ്മളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആഗ്രഹമുണ്ട് അവരൊക്കെ ഒന്ന് കാണാൻ. അതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ദിലീപേട്ടൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം തന്നെയാണിത്. അപ്പം ഇപ്പം ഈ പറയുന്ന പോലെ പ്രൊഫസർ ഡിങ്കർ എന്ന് പറഞ്ഞ മൂവിയും അതിന്റെ ഷൂട്ട് വീണ്ടും തുടങ്ങുകയാണ്. അത് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്കും അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങും. എന്താണെങ്കിലും നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നത് 2025 ദൈവം അനുഗ്രഹിച്ച് അത് വരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ അലോട്ട് ചെയ്ത ടൈം കഴിഞ്ഞെന്നാണ് പറയുന്നത്. ഒന്നും ചോദിച്ചില്ല, എനിക്കൊന്നും ചോദിച്ചറിയാൻ പറ്റിയില്ല നിങ്ങളെ പറ്റിയിട്ട്, സമയം കിട്ടിയില്ല. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് മാറി സംസാരിക്കാം. എനിക്ക് ദിലീപേട്ടൻ സ്പെഷ്യലായിട്ടൊരു ഇന്റർവ്യൂ തരുമോ? കുറച്ചധികം സമയം തന്നിട്ട്. ആയിക്കോട്ടെ, നമുക്ക് സംസാരിക്കാം. മാർച്ച് 7 ഈ സിനിമ ഇറങ്ങുകയാണ്. അപ്പൊ ഇതെല്ലാവരും കാണുക, ഞങ്ങളെ അനുഗ്രഹിക്കുക. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ മൂവി. താങ്ക് യു.